സോ ഹായ് എവരി വൺ. അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നെക്സൈസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുവാണ്. നമ്മൾ ഇന്നൊരു ടുഡു ആപ്പിന്റെ ഫ്രണ്ട് എൻഡാ ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മളപ്പോൾ ടുഡുവിന്റെ ഇപ്പോൾ ഈ കാണാൻ പറ്റുന്ന പോലെ ടുഡു ആപ്പ് ഒരു ഹെഡിങ് കൊടുത്ത് ഒരു ഇൻപുട്ട് ടുഡു ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടണൊക്കെ വെച്ച് ടുഡൂസ് ഒരു 3 ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഒരു അറേ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫോമിലേക്കൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്, ടുഡു ആപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ബേസിക്കലി നമുക്ക് ടുഡുവിൻ്റെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫയലിൽ വരുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഈ ടുഡു ആപ്പിനെ നമുക്കൊന്ന് കുറച്ച് വലുതാക്കാം. ഓക്കെ, നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുന്നു, ടെക്സ്റ്റ് 5XL കൊടുക്കുന്നു, കുറച്ച് വലുതായി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് സെൻറ്റർ ആക്കാം, സെൻറ്ററിൽ വരുത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് ടോപ്പിൽ നിന്ന് താഴത്തോട്ട് വരാം. മാർജിൻ ടോപ്പ് 12 കൊടുത്തു, താന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ഡിവ് ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഡിവ് എന്നുള്ള ABC എന്നുള്ള ഫോമില വന്നേക്കണം. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റർ അടിച്ച ഡിവ് ക്രിയേറ്റ് ആവൂല, നമ്മൾ ബേസിക്കലി വർക്ക് ആവണം. കാരണം index.js ആണത്. ഇപ്പോഴും ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അറ്റത്തോട്ട് ഒരു JSX എന്നാക്കുക. ഓക്കെ, JSX എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജാവാസ്ക്രിപ്റ്റും HTML കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റുന്ന സ്ഥലം. അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ ഇപ്പൊ HTML സിൻടാക്സ് സ്നിപ്പറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിവ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് നമ്മൾ മെയിൻലി ഇൻപുട്ട് സാധനങ്ങൾ അടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കമന്റ് അടിച്ചു നോക്കും, ഇൻപുട്ട് ആഡർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടു ഡു ആഡർ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഇൻപുട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണല്ലോ നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ഒരു ബട്ടണും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ടു ഡു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഒരു ബട്ടണും കൂടെ വെച്ചു. സാധനം രണ്ടും വന്നിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് സെൻട്രലാക്കി കുറച്ചൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്നു, നമ്മൾ ഫ്ലെക്സ് കൊടുക്കുക. ഫ്ലെക്സ് നമുക്ക് ബേസിക്കലി രണ്ടും ഒരേ ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റിഫൈ സെൻറ്ററിൽ കൊണ്ടിരുന്നു, സെൻറ്ററിൽ വന്നു. കാരണം ഡിവ് ടോട്ടൽ സ്പേസ് എടുക്കുന്നതുകൊണ്ട് ജസ്റ്റിഫൈ സെൻറ്റർ കൊണ്ടുവന്നാലും സെൻറ്റർ കൊണ്ടുവരാം. ഇനി ഇവരുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്യാപ്പ് ഒരു 12 കൊടുക്കുവാണ്. കുറച്ച് സ്പേസുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് കുറച്ചൊന്ന് താഴണം. ഓക്കെ, അപ്പോൾ മാർജിൻ ടോപ്പ് ഒരു 12 കൊടുത്തെന്ന് വിചാരിച്ചോ, കുറച്ച് താന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് നമുക്ക് കുറക്കാം. ഒരു 6 കൊടുത്തു, മെയിൻ ഹാഫ് ആക്കി. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇൻപുട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒരു ക്ലാസ് കൊടുക്കാൻ പോകണം. ക്ലാസ് കൊടുത്തിട്ട് നമുക്ക് സൈസ് കുറച്ചും കൂടി ഒന്ന് സൂപ്പർ ആക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റൗണ്ടഡ് ആക്കാം. ഓക്കെ, റൗണ്ടഡ് LG. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചൊന്ന് റൗണ്ടായി ഇൻപുട്ടിന്റെ ടാഗ്. ഓക്കെ, നമുക്കൊരു പാഡിങ് എക്സ് എന്ന് വെച്ചാൽ X ഡയറക്ഷനിൽ പാഡിങ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 കൊടുത്തു, അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇനി PY നമുക്കൊരു 3 കൊടുക്കാം, അത്രയും വേണ്ട, ഒരു 1 തന്നെ ഓക്കെയാണ്. ഓക്കെ, നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബട്ടൺ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡർ കൊടുക്കാം. ബോർഡറിന്റെ സൈസ് ആദ്യം കൊടുത്തു. ഇനി ബോർഡർ വൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിനൊരു പാഡിങ് X2 കൊടുക്കാം. പാഡിങ് Y ഒരു 1 കൊടുക്കാം. ഓക്കെ, ഡൺ. റൗണ്ടഡ് ആക്കിയേക്കാം, നമുക്ക് റൗണ്ടഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ടുഡുവിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഹോവർ ചെയ്യണ സമയത്ത് ഒരു സംഭവം കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിന് ഹോവർ ചെയ്യണ സമയത്ത് ഒരു ഇത് വന്നാൽ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹോവറിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഹോവറിന്റെ സമയത്ത് രണ്ടും രണ്ടായിട്ട് കൊടുക്കണം. ടെക്സ്റ്റ് ബ്ലാക്ക് ആണ്, കണ്ട. ഓക്കെ, ഇത് കുറച്ചൊന്ന് അനിമേഷൻ വരുത്താൻ വേണ്ടി ഡ്യൂറേഷൻ ഒരു 300 കൊടുക്കുക. അപ്പൊ അതെന്താവും, വെക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് വരും. ഓക്കെ, അപ്പൊ അതെന്തായാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ടുഡു ആഡ് ചെയ്യണ സ്ഥലങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കൂടി വെക്കാം. ഒരു ടുഡു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ ടുഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, കമന്റ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്കൊരു നല്ല ഐഡിയ കിട്ടും, നമ്മൾ എന്താ ചെയ്യണേ, പുറത്താര് വരുമ്പോൾ കാണാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ടു ഡു ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ ബേസിക്കലി ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഒരു കമ്പോണന്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ കമ്പോണന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇപ്പോൾ SRCന്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കാം.
SRCന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ബേസിക്കലി ഫോൾഡർ സ്ട്രക്ചർ വെച്ചിട്ട് കുറച്ചും കൂടി ലാർജ് ആയിട്ട് ഉണ്ടാക്കണം. ലാർജ് പ്രൊജക്റ്റിൽ ഡിഫറെൻ്റ് ആക്കുക. നമ്മൾ സ്മോൾ പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പോണൻസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കുക. ഓക്കെ, കമ്പോണൻസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുക. ഓക്കെ, വിച്ച് ഈസ് ന്യൂ ടു ഡു എന്നാണ്. അല്ല, സിംഗിൾ ടു ഡുവിന് വേണ്ടിയിട്ടൊരു സാധനം. ഓക്കെ, ടു ഡു, അപ്പൊ ടി ക്യാപിറ്റൽ ആക്കുക, ടു ഡു ഡോട്ട് JSX. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടു ഡുവിന്റെ അകത്ത് പോവുക, എന്നിട്ട് ഒരു RFC അടിക്കുക, എന്നിട്ട് നമ്മൾ ടു ഡുവിന്റെ കമ്പോണന്റ് ഉണ്ടാക്കി. ഈ കമ്പോണന്റ് നമുക്ക് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നു, നമുക്കിപ്പോ ടു ഡു വിളിച്ചു. ഓക്കെ, ടു ഡു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ടു ഡു എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് നമ്മൾ വിളിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടു ഡുവിന്റെ അകത്ത് കുറച്ച് പരിപാടികൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ടു ഡു എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എല്ലാ ടു ഡൂസും കാണിക്കാനുള്ള ഒരു സ്ഥലം. ഓക്കെ, അല്ലല്ല, ഒരൊറ്റ സിംഗിൾ ടു ഡു കാണിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ ടു ഡു കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ബേസിക്കലി ചെയ്യാൻ പോണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിഫിന്റെ അകത്ത് നമ്മൾ ഒരു ടു ഡു കാണിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. നമുക്കൊരു ടിക്ക് ഇടാനുള്ള ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം വെക്കാം, ടിക്ക് ഇടാനുള്ള ഒരു സ്ഥലം വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൂടെ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പല പല ബട്ടൺസ് ഉള്ള ഫോമിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഒരു ടു ഡുവിന്റെ അകത്ത് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു H1 ടാഗ് ഉണ്ടാക്കാം. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടന്റ് ഉണ്ടാക്കും. ഇപ്പൊ കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിംപ്ലി കണ്ടന്റ് എന്ന് വെക്കുക. ഇനി ഇതൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു 3 ബട്ടൺസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബട്ടൺ, ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ടാക്കുവാണ്. ഇപ്പൊ എന്ത് ചെയ്യുകയാണ്, അപ്പൊ നമുക്ക് ഐക്കൺസ് വെക്കാം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കലി ഇത് വെക്കുക, ഡിലീറ്റ് വെക്കുക, എഡിറ്റ് വെക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് വെക്കുക, കംപ്ലീറ്റഡ്. അപ്പൊ നമുക്ക് ഐക്കൺസ് കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഡിലീറ്റ് എഡിറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ 2 ബട്ടൺ വെച്ചു. ഓക്കെ, അപ്പൊ നമുക്കിത് പോയി നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ക്ലാസ് കൊടുക്കാം. ഇനി ആദ്യം തന്നെ ഇതിന് ഫ്ലെക്സ് ആക്കുക. അപ്പൊ എന്ത് ചെയ്തു, ഇതെല്ലാം ഒറ്റ വരിയിൽ വന്നു. ഇനി നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കാം, ഇതൊക്കെ തമ്മിൽ. ഓക്കെ, കണ്ടന്റ് ഉണ്ട്, ഡിലീറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓരോ ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓരോ ബട്ടണും അതൊരു ഇത് കൊടുക്കാം. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഒരു ബോർഡർ കൊടുക്കുക, ബോർഡർ വൈറ്റ് ആക്കുക. പാഡിങ് ഒരു 2 കൊടുക്കുക. ഓക്കെ, പാഡിങ് 2 വേണ്ട, PX ഒരു 2 കൊടുക്കുക, PY 1 മതി. ഓക്കെ, ഓക്കെ, ഹോവറിംഗ് എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്തു, ഇനിയിപ്പോ ഇതിൻ്റെ അത് കണ്ടന്റ് എല്ലാം സംഭവം കൂടെ എല്ലാം കൂടി ഒറ്റ വരിയിൽ വെക്കാൻ അലൈൻ ഐറ്റം സെന്റർ നമ്മൾ ഐറ്റംസ് ഹൈഫൺ സെന്റർ നോക്കും. ഓക്കെ, അപ്പൊ ഇത് എല്ലാം കൂടി സെന്ററിലായി. ഓക്കെ, ഇതിനൊരു ബോർഡർ കൊടുക്കും, ബോർഡർ -2 കൊടുത്ത്, ബോർഡർ -2 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ വൈറ്റ് ആക്കി. ഇനി ഇതിപ്പോ ഫുൾ ബോർഡർ നിൽക്കുമല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് മാക്സ് എന്ന് കൊടുത്തു. ഓക്കെ, എന്തോരാണ് വിഡ്ത്തുള്ള അത്ര. ഓക്കെ, എന്നിട്ട് പാഡിങ് X ഒരു 3 കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓരോരോ സംഭവത്തിന് ഇത് കൊടുക്കണതിനേക്കാളും ഭേദം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ബോർഡേഴ്സ് എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഇപ്പം ബോർഡേഴ്സ് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. PY ഒരു 2 കൊടുക്കുക. ഓക്കെ, ഇതിപ്പോ കുഴപ്പമില്ല. ഓക്കെ, കണ്ടന്റ്സ് ഓരോന്ന് നിൽക്കുന്നുണ്ട്, ഡിലീറ്റ് എഡിറ്റ് കംപ്ലീറ്റഡ് 3 ബട്ടൺസ് ഉണ്ട്. ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാം, ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ നമ്മളിപ്പോ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഇത് മൊത്തത്തിലൊരു ഡിവ്, ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിവ്, സമൂഹ HTML വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു സാധനത്തിന് നമ്മൾ സെന്ററിൽ കൊണ്ടുവരാൻ ബേസിക്കലി ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫ്ലെക്സ് ഇടുക,
ജസ്റ്റിഫൈ സെൻറ്ററിൽ കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ടോപ്പിലും ബോട്ടത്തിലും ഇത് വരാൻ വേണ്ടി മാർജിനോ പാഡിങ് കൊടുക്കുക. ഞാൻ മാർജിൻ ടോപ്പ് കൊടുക്കുക, ഒരു 6 കൊടുത്താൽ മതി. വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് പല പല സ്റ്റൈലുണ്ട് കേട്ടോ. ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് യുഐൻ്റെ സ്റ്റൈലാട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ പല പല സാധനങ്ങൾ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഡിഫോൾട്ടായിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു അറേ ഉണ്ടാക്കുക. ലെറ്റ് ടു ഡൂസ് ഈക്വൽ ടു ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് അറേ ആക്കാം നമുക്ക്. ഇതൊരു കുറേ ടു ഡൂസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടു ഡു എങ്ങനെ മാപ്പ് ചെയ്യണമെന്നൊക്കെ കാണാം, കുറേ ടു ഡൂസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടു ഡു എടുത്തിട്ട് ലെറ്റ് ടു ഡു എന്നൊരു അറേ ഉണ്ടാക്കി എൻ്റെ അത്ര ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ടൈറ്റിൽ എടുത്തു. അപ്പം നമ്മളിങ്ങനെ ആയിരിക്കും കേട്ടോ ഓരോ ടു ഡൂസും ഹാൻഡിൽ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു ഡു എടുത്തു കഴിഞ്ഞാൽ ടു ഡുവിനൊരു ടൈറ്റിൽ ഉണ്ടാവും, പിന്നെ ആ സാധനം കംപ്ലീറ്റഡ് ആണോ എന്നുണ്ടാവും, കംപ്ലീറ്റഡ് ഫോൾസ് ആണ് ഇനീഷ്യലി അങ്ങനെ വെക്കുക. ഇങ്ങനെ കുറേ ടു ഡൂസ് ഉണ്ടാക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്ക് അപ്പ് എന്നാണെങ്കിൽ പിന്നെ ഒരു ടൈറ്റിൽ എടുക്കുക, ഗോ ടു സ്കൂൾ. കംപ്ലീറ്റഡ് ഫോൾസ് കൊടുത്തു. ഇങ്ങനെ ന്യൂർ നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തു. കംപ്ലീറ്റഡ് ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ടു ഡു എന്ന് പറഞ്ഞിട്ട് 3 ടു ഡൂസ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ടു ഡു എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ടു ഡുവിനെയാണല്ലോ നമ്മൾ കാണിക്കണം ഈ സംഭവം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3 ടു ഡൂസിനെ കാണിക്കണം. ഓക്കെ, നമ്മളൊരു കേർലി ബ്രാക്കറ്റ് ഇട്ടു, എന്നാലേ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് HTML ഇടയിൽ എഴുതുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡൂസ് ഡോട്ട് മാപ്പ് ചെയ്ത്. അപ്പം മാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ആദ്യം മാപ്പ് എന്ന് എഴുതി എന്നിട്ടൊരു ഇത് എഴുതണേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ടു ഡൂസ് എന്ന് പറഞ്ഞ അറേനെ നമ്മൾ മാപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഓരോ ടു ഡൂവിനെ എന്ത് പറയും എന്ന് വെച്ചാൽ ടു ഡൂസ് എന്ന് പറഞ്ഞാൽ അറേൻ്റെ അകത്ത് ഓരോന്നിനെയും പേരെന്താന്നുള്ളതാണ് ഈ ടു ഡു. ഈ ടു ഡുവിൻ്റെ അകത്ത് ഓരോ ഐറ്റം ഉണ്ടാവും ടു ഡൂസിൽ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നത് ഈ വേക്കപ്പ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു ഡുവിന് ഇന്ത്യ തൊട്ട് കയറ്റി വെക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമ്മളിനി പോയി നോക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം ടു ഡു കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇത് സൈഡേ സൈഡേ. അപ്പോൾ നമുക്ക് താഴെ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫ്ലെക്സ് ഇടും, ഫ്ലെക്സ് കോൾ ഇടും. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് കോൾ ഇടുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഫ്ലെക്സിന്റെ റൂൾ അനുസരിച്ച് അറിയാം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഐറ്റം സെന്റർ എന്ന് കൊടുത്താലാണ് ഇവിടെ വരുള്ളൂ. ഓക്കെ, ഇത് തമ്മിലൊരു ഗ്യാപ്പും കൊടുക്കുക, ഒരു 4 ഗ്യാപ്പും കൊടുക്കുക, ഇത് ഗ്യാപ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ടുഡുവിൻ്റെയും ഡാറ്റ നമ്മൾ പാസ് ചെയ്യണമല്ലോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓരോ ടുഡുവിൻ്റെയും ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ടുഡു എന്ന് പറഞ്ഞ പേരിൽ ടുഡു പാസ് ചെയ്തു. ഓക്കെ, ടുഡു ഈക്വൽ ടു ടു എന്നോ അങ്ങനെ ഏത് പേരിൽ വേണമെങ്കിൽ പാസ് ചെയ്യാം. ഇതിൻ്റെ പേര് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈച്ച് _ടുഡു ഇതിൻ്റെ അകത്ത് ഒരു ടുഡു ആണ് ഈച്ച് ടുഡു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പോയി എൻ്റെ ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ ഡീസ്ട്രക്ചർ ചെയ്താൽ വാങ്ങിക്കണേ. ഓക്കെ, ഡീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ പ്രോപ്സ് എന്ന് എഴുതിയിട്ട് പ്രോപ്സ് ഡോട്ട് എന്നുള്ള ഫോമിൽ എടുക്കാം കേട്ടോ, അതിന് ഇഷ്യൂ ഇല്ല. ഡീസ്ട്രക്ചർ ചെയ്തെടുത്തു, ഈച്ച് ടുഡു എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കണ്ടന്റിൻ്റെ ഇവിടെ ഈച്ച് ടുഡു ഡോട്ട് ടൈറ്റിൽ എന്ന് പറയും. ഓക്കെ, കണ്ടില്ലേ, വേക്കപ്പ്, ഗോ ടു സ്കൂൾ, പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ടു ഡൂസ് ഉണ്ടാക്കി. 3 ടു ഡൂസിന്റെ അകത്തുള്ള ഡാറ്റാസ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ വന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഇന്ന് നമ്മൾ ബിൽഡ് ചെയ്ത സാധനം. ഓക്കെ, സീ യു ഗൈസ്, ബൈ.